ചെങ്കോലേന്ത്യ IMS അമ്മയുടെ പ്രിയ മക്കളെ, അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. മനുഷ്യരാശി വഷളത്വത്തിലേക്ക് നീങ്ങുന്നു. അധർമ്മം പെരുകുന്നു. ധാർമ്മിക മൂല്യങ്ങൾ തകരുന്നു. അധഃപതനത്തിൽ നിന്നും നാശത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിപ്പാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സാമ്പത്തിക സമീകരണം കൊണ്ടും രാഷ്ട്രീയ അധികാരം കൊണ്ടും എല്ലാം ശരിയാക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷകൾ തകർന്ന ലോകമാണ് ഇന്ന് നമുക്കുള്ളത്. വൃദ്ധന്മാർ നിരാശരാണ്. മധ്യവയസ്കർ തങ്ങളുടെ ഒഴിവുകേടിൽ വ്യാകുലചിത്തരാകുന്നു. യുവജനങ്ങൾ ലക്ഷ്യമില്ലാതെ വിഷമിക്കുന്നു. വേദപുസ്തകം ഇതിന് പോംവഴി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ല കുടുംബങ്ങൾ ഉണ്ടായാൽ ഇപ്പോഴത്തെ അധോഗതിക്ക് വ്യതിയാനം ഉണ്ടാകും. ലോകത്തെ ഭരിക്കാൻ ദൈവം മനുഷ്യനെ കുടുംബമായി സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. ഉത്തമ കുടുംബങ്ങൾ ഉണ്ടായാൽ ലോകം നശിക്കുകയില്ല. കുടുംബത്തിലാണ് ദൈവ സാദൃശ്യം രൂപപ്പെടുന്നത്. അധപ്പതിക്കുന്ന സമൂഹത്തെ ഉയർത്തുവാനും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ പരിരക്ഷിക്കുവാനും നല്ല ക്രിസ്തീയ കുടുംബങ്ങൾ ഉണ്ടാകണം. ഒരു ദൈവവും ഒരു വിശ്വാസവും ഒരു പണസഞ്ചിയുമായുള്ള കുടുംബങ്ങൾ തകരുകയില്ല. ഭർത്താക്കന്മാർ എങ്ങനെ ജീവിച്ചാലും സാരമില്ല, തങ്ങൾ ഉന്നതമായ ആത്മീയ നിലവാരത്തിൽ ജീവിച്ചു രക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന് ചില സ്ത്രീകൾ ചിന്തിക്കുന്നു. നേരെ മറിച്ച് ചില പുരുഷന്മാർ തങ്ങൾക്കുള്ള അറിവിനെയും അനുഭവത്തെയും ഭാര്യയുമായി പങ്കുവയ്ക്കുകയോ ആത്മീയമായും ബുദ്ധിപരമായുള്ള കൂട്ടായ്മ പരസ്പര ബന്ധത്തിൽ രൂപപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. സ്വയം ഉയർന്ന മഹത്വം നേടുകയും സഹധർമ്മിണിയെ അവഗണിക്കുകയും ചെയ്യുന്നു. സ്വർഗമായാലും നരകമായാലും അതിനുള്ളിൽ കുടുംബത്തിന്റെ ഭദ്രത തകരരുത്. ധനവും ജ്ഞാനവും ദൈവവിശ്വാസവും പങ്കിട്ടനുഭവിക്കുന്ന സ്വർഗതുല്യമായ ഭവനങ്ങൾ ഉണ്ടാകണം. അതാണ് ലോകത്തിന്റെ പ്രത്യാശ. ക്രിസ്തീയ കുടുംബങ്ങളാണ് ലോകത്തിന്റെ പ്രത്യാശ. IMS അമ്മ ഓരോ കുടുംബത്തെയും രക്ഷിക്കട്ടെ. കുടുംബത്തിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.